ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫിസിക്സിലെ 6th ചാപ്റ്റർ ആണ്. ദാറ്റ് ഇസ് ദ വർക്ക് എനർജി പവർ. എന്താണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ ബോഡിക്ക് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് നടന്നു എന്നാണ് പറയുക, അല്ലേ? ഇപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആയിരിക്കും. കാരണം അതിന് നോർമലി വന്ന ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ ആണ്, അല്ലേ? ഫോർ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആണ്. വെക്ടർ ഫോമിൽ നമ്മൾ വർക്കിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദഫോർ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും നമ്മുടെ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ ജൂൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി മൂലം ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് mgh എന്ന് പറയുന്നത്. അതായത് എം മാസുള്ള ഒരു ബോഡി h ഹൈറ്റിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി അവിടെ ഒരു ഫോഴ്സ് അതിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ mg ഇൻറ്റു h എന്ന് പറയുന്നത്. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. ഇപ്പോൾ ഒരു സ്പ്രിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ കംപ്രസ് ചെയ്ത് ഒരു എക്സ് ഡിസ്റ്റൻസ്, അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അങ്ങോട്ട് മാറി കേട്ടോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വലിച്ചു നീട്ടിയിട്ട് എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി കേട്ടോ അതിനെ മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. വേർ കെ എന്ന് പറയുന്നത് ആ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതായത് കംപ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴോ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് എക്സ്. ആൻഡ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് ടേം ആണ് പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ഡൺ. വർക്ക് നടന്ന റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ വർക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് നമ്മൾ വാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദെർഫോർ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ എനർജി. രണ്ട് ടൈപ്പ് ഓഫ് എനർജിയാണ് എല്ലാ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാ ബോഡീസിലും ഉള്ളത്. ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. അതിൻ്റെ മോഷൻ മൂലം ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന എനർജീനെ നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എം മാസ് ഉള്ള വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഈ കൈനറ്റിക് എനർജിയിൽ നിന്നാണ് വർക്ക് എനർജി തിയറം ഡെവലപ്പ് ചെയ്തത്. വർക്ക് എനർജി തിയറം എന്താ പറയുന്നത്? ദ വർക്ക് ഡൺ ബൈ ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ റിസൾട്ടന്റ് ഫോഴ്സും മൂലം ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ബോഡിയുടെ ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അതിൻ്റെ പൊസിഷൻ മൂലം അതിൽ ഉണ്ടാവുന്ന എനർജിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒരു ബോഡിയിൽ പ്രോസസ്സ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ പൊസിഷൻ, അതായത് എത്ര ഹൈറ്റിലാണോ ആ ബോഡി നിൽക്കുന്നത്, അതാണ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ എനർജിയെ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് ഏതൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെയും എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അത് പറയുന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ എന്താ പറയുന്നത്? ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി നമുക്കൊരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും, പക്ഷേ ആ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ആ ഒരു വർക്ക് നടക്കുമ്പോഴും അത് വർക്ക് കഴിഞ്ഞിട്ടും അതിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകൾ, അതായത് അവിടെ നടക്കുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കൺസർവേറ്റീവ് ഫോഴ്സസ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു വർക്ക് നടന്നു.
ആ വർക്ക് നടന്നത് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നടന്നൊരു വർക്കാണെങ്കിൽ അവിടെ ഉണ്ടായ ഫോഴ്സസിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്നാണ്, അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സസിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കും, ഒരു സർക്കുലർ പാത്ത്, ഒരു വർക്ക് അപ്ലൈ ചെയ്തു, ഒരു സർക്കുലർ പാത്തിലൂടെ ആ ബോഡി മൂവ് ചെയ്ത് തിരിച്ച് ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ടോട്ടൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അത് ആ ഫോഴ്സസിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതല്ല പാത്തിനെ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കൊളിഷൻ. കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് ബോഡികൾ തമ്മിൽ കൂട്ടിയിടിക്കുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് നമ്മൾ കൊളിഷൻ എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് കൊളിഷൻ ആണുള്ളത്, ഇലാസ്റ്റിക് കൊളിഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളിഷന് മുമ്പും രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പും അത് കൊളൈഷൻ നടന്നതിന് ശേഷം അതിൻ്റെ കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ, കൈനറ്റിക് എനർജിക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൊളിഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. അതല്ല ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്യാണ്, കൊളൈഡ് ചെയ്തിട്ട് അവരുടെ കൈനറ്റിക് എനർജി ചേഞ്ച് ആവുകയാണ്. അതായത് അവർ തമ്മിൽ കൊളൈഡ് ചെയ്ത് അവർ സ്റ്റിക്ക് ചെയ്ത് ഒരു ബോഡിയായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൊളിഷനെ നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്, 2 കിലോഗ്രാം ആണ്, അതൊരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 100 Nm ആണ്. അവിടെ അപ്ലൈ ചെയ്ത, അതായത് ഒരു 10 സെൻറ്റിമീറ്റർ ഈ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാൻ അവിടെ അപ്ലൈ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 10 സെൻറ്റിമീറ്റർ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അവിടെ അപ്ലൈ ചെയ്ത വർക്ക്. നമുക്കറിയാം ഒരു സ്പ്രിങ്ങിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത വർക്ക് 1/2 × kx² ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണ് അതിനെ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഇലോങ്ങേറ്റ് ചെയ്ത്, അതിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1/2 × 100 × x 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, 10/100 ചെയ്യുമ്പോൾ 0.1 കിട്ടും. അപ്പോൾ 0.1² കിട്ടി. ദാറ്റ് ഈസ് 50 × 0.01, ദാറ്റ് ഈസ് 0.5 ജൂൾ ആണ് അവിടെ ഡെവലപ്പ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 ഹാർഡ് ബോൾസ് കൊളൈഡ് വെൻ വൺ ഓഫ് ദം ഈസ് അറ്റ് റെസ്റ്റ്. അതായത് ഒരു ബോൾ റെസ്റ്റിലിരിക്കുകയാണ്, വേറൊരു ബോൾ തമ്മിൽ വന്ന് കൊളൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 കണ്ടീഷൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബോത്ത് ഓഫ് ദം റിമൈൻ റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടും റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ആണോ? അല്ലല്ലോ. കാരണം എന്താ, ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒന്നെങ്കിലും മൂവ് ചെയ്യും അല്ലെങ്കിൽ രണ്ടും മൂവ് ചെയ്യും. കാരണം എന്താണ്, അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ്, തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആസ് പെർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ്, അവിടെ ഏതെങ്കിലും ഒരു ബോഡിയെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വൺ ഓഫ് ദം റിമെയിൻ അറ്റ് റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. ഏതെങ്കിലും ഒരെണ്ണം റെസ്റ്റിലാവുമെന്നാണ് ചോദിച്ചത്. റെസ്റ്റിലാവും, ഏതെങ്കിലും ഒരെണ്ണം റെസ്റ്റിലിരിക്കാം, പക്ഷേ രണ്ടും റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.